So best laptops in 2022 or starting of 2022 ൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ലാപ്ടോപ്സ് ഏതൊക്കെയാണ്? സോ ഈ വീഡിയോയിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ലാപ്ടോപ്സിന്റെ റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബെസ്റ്റ് ലാപ്ടോപ്സ് പല പ്രൈസ് കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്താണ് ഞാൻ പറയുന്നത്. സോ ഇവിടെ ഒരു ട്രെൻഡ് നമ്മൾ നോട്ടീസ് ചെയ്യുവാണെങ്കിൽ ലാപ്ടോപ്പ് സെഗ്മെന്റ്സിൽ AMD Ryzen പ്രോസസ്സേഴ്സ് ഉള്ള ലാപ്ടോപ്സ് ആണ് കുറച്ചുകൂടി ചീപ്പർ, കമ്പാരിറ്റീവ്ലി ചീപ്പും പെർഫോമൻസ് വൈസ് ബെസ്റ്റും Ryzen പ്രോസസ്സേഴ്സ് ആണ്. ഇത് പക്ഷേ ഡെസ്ക്ടോപ്പ് സൈഡ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഇന്റൽ പ്രോസസ്സേഴ്സ് ആണ് പ്രൈസ് വൈസ് കമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. AMD Ryzen പ്രോസസ്സേഴ്സിന്റെ ഡെസ്ക്ടോപ്പ് പ്രോസസ്സേഴ്സ് കുറച്ച് പ്രൈസ് കൂടുതലാണ്. സോ ലാപ്ടോപ്സ് ആൻഡ് ഡെസ്ക്ടോപ്സിന്റെ പ്രൈസ് ടു പെർഫോമൻസ് ആ ഒരു റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ആണ്. കാരണം AMD Ryzen 5000 സീരീസ് പ്രോസസ്സേഴ്സ് ഉള്ള നല്ല ലാപ്ടോപ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. HP, ഡെല്ലിന്റെ ഒക്കെ ഇപ്പം കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പുതിയതല്ല, ആക്ച്വലി ഇത് പഴയ മോഡൽസ് ആയിരുന്നു. പക്ഷെ വന്ന സമയത്ത് അധികം സ്റ്റോക്സും ഇല്ലായിരുന്നു ആൻഡ് ഓൾസോ പ്രൈസും പെട്ടെന്ന് കൂടിയായിരുന്നു. ബട്ട് ഇപ്പോൾ പ്രൈസസ് സ്ലോലി കുറഞ്ഞു വരുന്നുണ്ട് ആൻഡ് ഓൾസോ നല്ല സ്പെക് ആൻഡ് പ്രോസസ്സർ ഉള്ള ലാപ്ടോപ്സ് ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ എനിവേസ്, യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. ഓക്കെ, ബെസ്റ്റ് ലാപ്ടോപ്സ് പറയുന്നതിന് മുമ്പേ ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ലാപ്ടോപ്സ് എല്ലാം തന്നെ നോർമൽ ലാപ്ടോപ്സ് ആണ്. ഗെയിമിംഗ് അല്ലെങ്കിൽ ഹൈ ആൻഡ് എഡിറ്റിംഗ് റിലേറ്റഡ് ലാപ്ടോപ്സ് ഒന്നുമല്ല. ഗെയിമിങ്ങിൻ്റെ നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുന്നതായിരിക്കും. കാരണം റൈസൻ്റെ 6000 സീരീസും 6000 സീരീസ് റേഡിയോൺ 6000 സീരീസ് ഗ്രാഫിക്സ് ഉള്ളത് വരാനുണ്ട്. സോ അത് വന്ന് കഴിഞ്ഞിട്ട് ഗെയിമിങ്ങിൻ്റെ നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്യുന്നതായിരിക്കും. സോ ഇൻ ജനറൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AMD Ryzen പ്രോസസ്സേഴ്സ് ഉള്ള ലാപ്ടോപ്സ് ആയിരിക്കും കുറച്ച് കൂടുതൽ റെക്കമെൻഡേഷൻസിൽ വരുന്നത്. ഇന്റൽ പ്രോസസ്സേഴ്സ് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രൈസ് ടു പെർഫോമൻസ് വെച്ച് നോക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓവറോൾ സ്പെക്സും ഇന്റൽ പ്രോസസ്സേഴ്സിന്റെ സ്പെക്സും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ AMD പ്രോസസ്സേഴ്സ് ആണ് കുറച്ചുകൂടി പ്രൈസ് വൈസ് കുറവും ആൻഡ് പെർഫോമൻസ് ബെറ്റർ ആയിട്ടുള്ളത്. ബിക്കോസ് Ryzen പ്രോസസ്സേഴ്സിന്റെ നമുക്കറിയാം IGPU ബെറ്റർ ആണ് ആൻഡ് ഓൾസോ സിമിലർ സ്പെക് ഉള്ള പല ബ്രാൻഡ് ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. സോ ഇതിൽ മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് HP, Asus, ഡെൽ ലാപ്ടോപ്സ് ആണ്. നെക്സ്റ്റ് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ പ്രൈസ് വൈസ് കുറച്ച് കുറഞ്ഞത് Lenovo, Acer ലാപ്ടോപ്സ് ഒക്കെയാണ് നെക്സ്റ്റ് റെക്കമെൻഡേഷൻസ്. എനിവേസ്, നമുക്ക് ലോവസ്റ്റ് റേഞ്ചിൽ തുടങ്ങാം. അണ്ടർ 30,000 റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സ്. അണ്ടർ 30,000 അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. മോസ്റ്റ് ലോ ബഡ്ജറ്റ് അത്യാവശ്യം നല്ല ലാപ്ടോപ്സ് എല്ലാം സ്റ്റാർട്ട് ആകുന്നത് 30,000 റേഞ്ചിലാണ്. എന്തായാലും 30,000 താഴെ നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് ലാപ്ടോപ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വലിയ ഹെവി സ്പെക്സ് ഒന്നും അല്ല, ബേസിക് യൂസിന് ഓക്കെയാണ് ഇതെല്ലാം. ബേസിക് നോർമൽ ഹോം ബേസ്ഡ് മൾട്ടിമീഡിയ യൂസിന്, ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി, നോർമൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ട്രേഡിംഗ് റിലേറ്റഡ് വർക്ക്സിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നോർമൽ ബേസിക് ലാപ്ടോപ്സ് ആണ് ഇത് രണ്ടും. സോ ഫസ്റ്റ് മോഡൽ ഡെൽ 15 Inspiron 3515 ആണ്. 28,900 റേഞ്ച് ആണ് പ്രൈസിംഗ്. പ്രോസസർ AMD Athlon Silver 3050 ഡ്യുവൽ കോർ പ്രോസസർ ആണ്. AMD റേഡിയോന്റെ 2 കോർ IGPU ആണുള്ളത്. 4GB ആണ് ഇതിൽ റാം ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. ബട്ട് 16GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും ലോവസ്റ്റ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് 4GB ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എക്സ്ട്രാ ഒരു 4GB or 8GB എക്സ്പാൻഡ് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഫോർച്ചുനേറ്റ്ലി 256GB NVMe SSD ആണ് ഇതിൽ കിട്ടുന്നത്. സോ അത്യാവശ്യം ഫാസ്റ്റ് ആയിരിക്കും. ലോ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഫുൾ HD ഡിസ്പ്ലേ അല്ല, നോർമൽ HD ഡിസ്പ്ലേ ആണ്. ഫുൾ സൈസ്ഡ് കീബോർഡ് ആണ് വരുന്നത്. ഡെൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഫ്യൂച്ചർ സപ്പോർട്ടും നല്ലതായിരിക്കും. സോ AMD Athlon പ്രോസസർ, ഇന്റൽ i3 ഡ്യുവൽ കോർ i3 പ്രോസസറിന്റെ ആ ഒരു നിയർ റേഞ്ച് പെർഫോമൻസ് നമുക്ക് കിട്ടും. ബെറ്റർ ദാൻ Pentium പ്രോസസേഴ്സ് ആണ് Athlon പ്രോസസേഴ്സ്. സോ ബാക്കി സ്പെക്സ് എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്സിലും കോമൺ തന്നെയാണ്. വൈഫൈ, ബ്ലൂടൂത്ത്, വെബ്കാം അവൈലബിൾ ആണ്. 2 USB 3.2 പോർട്ട്, ഒരു USB 2.0 പോർട്ട്, HDMI 1.4 SD കാർഡ് സ്ലോട്ട് ആൻഡ് ഓഡിയോ ജാക്ക് പോർട്ട് അവൈലബിൾ ആണ്. സോ റഫ്ലി 28,900 റേഞ്ചിൽ നല്ലൊരു ബേസിക് ലാപ്ടോപ്പ് ആണിത്. ഇതിലും കുറച്ചുകൂടി കുറഞ്ഞത് വേണമെന്നുണ്ട്. ഒരു 25,000-26,000 റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ Asusന്റെ ഒരു ലാപ്ടോപ്പ് നോക്കാം. സോ Asusന്റെ VivoBook 15 ആണിത്. 2021 എഡിഷൻ. 25,900 റേഞ്ച് ആണ് കറന്റ് പ്രൈസിംഗ്. ഇത് കുറച്ചുകൂടി പ്രോസസർ വൈസ് നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ഡൗൺ വേർഷൻ ആണ്. ഇന്റലിന്റെ Celeron N4020 പ്രോസസർ ആണ്. 4GB ആണ് റാം. 8GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 256GB ആണ് ഇതിലും NVMe SSD വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് SSD അപ്ഗ്രേഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Asusന്റെ VivoBook സീരീസിൽ വരുന്ന ലാപ്ടോപ്പ് ആണ്. സോ അത്യാവശ്യം ഡീസെന്റ് ബിൽഡും ഡീസെന്റ് ക്വാളിറ്റിയും എക്സ്പെക്ട് ചെയ്യാവുന്ന ലാപ്ടോപ്സ് ആണ് VivoBook സീരീസിൽ വരുന്നത്. ബാക്കി നോർമൽ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. വെബ്കാം, ഓഡിയോ, HDMI, ഈവൻ ഇതിൽ ടൈപ്പ് C പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ ടൈപ്പ് C ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ 25,900 റേഞ്ചിലെ Asus VivoBook 15ഉം
ഡെൽ 15 അറൌണ്ട് 28,900 റേഞ്ച്. ഇതാണ് അണ്ടർ 30,000 രണ്ട് ലാപ്ടോപ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കുറച്ചുകൂടി മേലോട്ട് പോകുകയാണെങ്കിൽ ഒരു 35,000 to 38,000 റേഞ്ചിൽ നമുക്ക് കുറേ ലാപ്ടോപ്സ് ഉണ്ട്. സിമിലർ സ്പെക്സ് ഉള്ള കുറേ ലാപ്ടോപ്സ് ഉണ്ട്. സോ ഇതിൽ മോസ്റ്റ്ലി പ്രോസസർ റൈസന്റെ 3250U പ്രോസസർ ആണ് വരുന്നത്. HP 15 ലാപ്ടോപ്പ് ഉണ്ട് സെയിം പ്രോസസർ ഉള്ളത് 39,000 റേഞ്ച്. അസ്യൂസിന്റെ വിവോ ബുക്ക് 14 ഉണ്ട് 3250U പ്രോസസർ ഉള്ളത് 36,000 റേഞ്ച്. സെയിം ഡെല്ലിന്റെ ഓസ്ട്രോ 3450 മോഡലും ഉണ്ട് സെയിം പ്രോസസർ ആണ്, സിമിലർ സ്പെക്സ് ആണ് വരുന്നത്. ഇതും 37,000 റേഞ്ച് ആണ്. ഇനി ഇന്റൽ സൈഡ് സിമിലർ ഇതുമായിട്ട് മാച്ച് ആയി വരുന്ന പ്രോസസർ ഇന്റലിന്റെ i3 11th gen വേരിയന്റ് ലാപ്ടോപ്സ് ഉണ്ട്. സോ ഇതിൽ ഇന്റൽ i3 വേരിയന്റ് ആണ് വരുന്നത്. 8GB റാമും 256GB NVMe SSD ആണ്. സോ ഇപ്പൊ ഞാൻ ഈ കാണിച്ച എല്ലാ ലാപ്ടോപ്സിലും 8GB റാമും 256GB NVMe SSD ആണ് സ്റ്റോറേജ് വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്സിലും സിമിലർ ആയിട്ടുള്ള പ്രോസസർ ആണ് റൈസന്റെ 3250 അല്ലെങ്കിൽ ഇന്റൽ i3 11th gen പ്രോസസേഴ്സ് ആണ്. ആൻഡ് ഈ ലാപ്ടോപ്സ് ഒന്നും ഞാൻ ഇപ്പൊ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ പ്രൈസ് റേഞ്ചിൽ വാങ്ങണ്ട എന്ന് പറയുന്ന ലാപ്ടോപ്സ് ആണ് ഇതെല്ലാം. കാരണം ഇതിലും ബെറ്റർ ആയിട്ടുള്ള അടിപൊളി പ്രോസസർ ഉള്ള ലാപ്ടോപ്പ് ജസ്റ്റ് ഒരു 2000 rupees എക്സ്ട്രാ നിങ്ങൾ മുടക്കുവാണെങ്കിൽ അടിപൊളി സ്പെക്സ് ഉള്ള ലാപ്ടോപ്പ് ഉണ്ട്. HP-യുടെ 15 സീരീസ്, HP-യുടെ 15ഉം 14 സീരീസ്. സോ ഇതിൽ പ്രോസസർ റൈസന്റെ 5000 സീരീസിലെ 5300U പ്രോസസർ ആണ് വരുന്നത്. ക്വാഡ് കോർ പ്രോസസർ ആണ്, 4 കോഴ്സും 8 ത്രെഡ്സും ഉള്ളത്. ഹൈപ്പർ ത്രെഡിംഗ് സപ്പോർട്ട് ഉണ്ട്. സോ ഓവറോൾ സ്പെക്സ് വൈസ് ജസ്റ്റ് ഒരു 2000 rupees നിങ്ങൾ എക്സ്ട്രാ മുടക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റൈസൻ 5000 സീരീസിലെ 5300U പ്രോസസർ ഉള്ള ലാപ്ടോപ്സ് ആണ് ഞാൻ എടുക്കാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ ഒന്നും എടുക്കണ്ട, അത് റെക്കമെൻഡഡ് അല്ല. കാരണം 38,000-39,000 റേഞ്ചിൽ നമുക്ക് വെറും ഡ്യുവൽ കോർ പ്രോസസർ ആണ് കിട്ടുന്നത്. അതും റൈസന്റെ 3000 സീരീസിലെ 3250 അല്ലെങ്കിൽ ഈവൻ ഇന്റൽ ആണെങ്കിലും ഇന്റൽ i3 11th ജനറേഷനിലെയും ഡ്യുവൽ കോർ പ്രോസസേഴ്സ് തന്നെയാണ് കൂടുതലും. സോ 101% നേരത്തെ പറഞ്ഞ ലാപ്ടോപ്സ് ഉള്ള സ്പെക്സ് നിങ്ങൾ ഇൻ കേസ് എവിടെയെങ്കിലും കണ്ട് ലോ ബഡ്ജറ്റ് ആണ് 38,000 റേഞ്ചിൽ ലാപ്ടോപ്സ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കണ്ട. അതിലും ബെറ്റർ ഈ പറയുന്ന ലാപ്ടോപ്സ് എടുക്കാവുന്നതാണ്. സോ പുതിയ HP 15s ആൻഡ് 14s മോഡൽസ്, പ്രോസസർ Ryzen 3 5300U, 8GB റാം നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഹൈ സ്പീഡ് 3200 MHz, 16GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സ്റ്റോറേജും നമുക്ക് ഇവിടെ എക്സ്ട്രാ ആണ്. 512GB NVMe SSD ആണ് കിട്ടുന്നത്. 15.6 ഇഞ്ചിന്റെ മൈക്രോ എഡ്ജ് ഫുൾ HD ഡിസ്പ്ലേ, റേഡിയോന്റെ ആണ് ഗ്രാഫിക്സ് ഇന്റഗ്രേറ്റഡ്. വിൻഡോസ് 11 ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2019 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഓൾസോ Alexa സപ്പോർട്ടും ഈ ലാപ്ടോപ്സിലുണ്ട്. ഫുൾ സൈസ്ഡ് കീബോർഡ് ആണുള്ളത്. ബാക്ക്ലിറ്റ് ഉള്ള മോഡലുണ്ട്, ബാക്ക്ലിറ്റ് ഇല്ലാത്ത മോഡലുണ്ട്. സോ ബാക്ക്ലിറ്റ് ഉള്ളതിന് 42,000 റേഞ്ച് ആണ്, ബാക്ക്ലിറ്റ് ഇല്ലാത്ത കീബോർഡിന് 41,000 റേഞ്ച് ആണ് പ്രൈസിംഗ്. ബാക്കി കണക്ടിവിറ്റി ആൻഡ് പോർട്ട് ഓപ്ഷൻസ് എല്ലാം സിമിലർ ആണ്. ബട്ട് ഇതിൽ നമുക്ക് 5Gbps സ്പീഡുള്ള USB-C കണക്ഷൻ വരുന്നുണ്ട്. സെയിം HP 14s മോഡലിന്റെയും സിമിലർ പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. രണ്ടിന്റെയും പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ബട്ട് സ്ക്രീൻ സൈസിലാണ് വ്യത്യാസം. 14s മോഡൽ 14 ഇഞ്ച് ലാപ്ടോപ്പ് ആണ്, 15 മോഡൽ 15.6 ഇഞ്ച് മോഡലാണ്. സോ ഇതെല്ലാം ഇന്നത്തെ സ്പെക്സ് ആണ്. മാർച്ച് 2 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഈ ഡേറ്റിലെ സ്പെക്സ് ആണ്. സോ മേ ബി ഫ്യൂച്ചറിൽ പ്രൈസസ് ചേഞ്ച് ആകാം. സോ എന്തായാലും ചെക്ക് ചെയ്യാൻ നോക്കൂ. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ 37,000 to 39,000 റേഞ്ചിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഇന്റൽ ഡ്യുവൽ കോർ അല്ലെങ്കിൽ റൈസന്റെ ഡ്യുവൽ കോർ മോഡൽസ് എടുക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് ഈ പ്രോസസേഴ്സ്. ബിക്കോസ് ഇതിൽ നമുക്ക് പ്രോസസർ പുതിയതാണ്, Ryzen 5000 സീരീസ് പ്രോസസറാണ്. റാം നമുക്ക് 3200 MHz ആണ് റാം. പഴയ മോഡൽസ് നേരത്തെ പറഞ്ഞ മോഡൽസ് എല്ലാം 2400 MHz സപ്പോർട്ട് ചെയ്യുന്ന റാംസ് ആണ്. സോ ഇതിൽ നമുക്ക് 3200 ഹൈ സ്പീഡ് റാം കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ 512GB ആണ് NVMe SSD വരുന്നത്. ഓവറോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെസ്റ്റ് സ്പെക്സ് ആണ്, ബെസ്റ്റ് പ്രൈസ് ആണ്. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ബെറ്റർ പ്രോസസ്സറുള്ള കുറച്ചുകൂടി ഹയർ പ്രോസസ്സറുള്ള മോഡൽസും ഉണ്ട്. HP 15 ആൻഡ് 14s തന്നെ 6 കോഴ്സ് ആൻഡ് 12 ത്രെഡ്സ് ഉള്ള Ryzen 5 5500U പ്രോസസ്സറുള്ള ലാപ്ടോപ്സ്. സോ അറൌണ്ട് സ്റ്റാർട്ടിംഗ് 48,900 റേഞ്ചിൽ HP 14s മോഡൽ ഉണ്ട്, 5500U പ്രോസസ്സറുള്ളത്. 6 കോഴ്സ് ആൻഡ് 12 ത്രെഡ്സ് ആണ് വരുന്നത്. 7 കോഴ്സ് ഉള്ള GPU ഉണ്ട്, 1800 MHz ആണ് GPU ക്ലോക്ക് സ്പീഡ്. കീബോർഡ് ബാക്ക്ലിറ്റ് ആണ്, 8GB ആണ് നമുക്ക് റാം, 16GB വരെ എക്സ്പാൻഡ് ചെയ്യാം. 512GB NVMe SSD. Alexa സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിൻഡോസ് 11 ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2019 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇതേ സെയിം സ്പെക്കിൽ MSIയുടെ ഒരു ലാപ്ടോപ്പും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, MSI Modern 14. സോ ഇതും സിമിലർ സ്പെക്ക് ആണ്, ബട്ട് ലുക്സ് വൈസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സിമ്പിൾ സ്ലീക്ക് ലുക്കാണ് MSI ലാപ്ടോപ്പിന്റെ. സെയിം Ryzen 5 5500U പ്രോസസറാണ്, 14 ഇഞ്ചിന്റെയാണ് ഫുൾ HD ഡിസ്പ്ലേ വരുന്നത്. 8GB റാം വരുന്നുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോറേജ് നമുക്കിതിൽ 256GB മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് കുറച്ച് ഒരു 2000 രൂപ പ്രൈസ് കുറഞ്ഞത്. 46,900 റേഞ്ച് ആണ് MSI Modern 14 ലാപ്ടോപ്പിന്റെ പ്രൈസ്. രണ്ടും സെയിം സ്പെക് തന്നെയാണ്, ബട്ട് സ്റ്റോറേജിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. സോ ഈ പറഞ്ഞ എല്ലാ ലാപ്ടോപ്സ്, അതായത് Ryzen 3 5300U ആൻഡ് Ryzen 5 5500U പ്രോസസറുള്ള
ലാപ്ടോപ്സ് എല്ലാം തന്നെ നമുക്ക് എൻട്രി ലെവൽ ലൈറ്റ് ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം, ഈവൻ ലൈറ്റ് എഡിറ്റിങ്ങിനും യൂസ് ചെയ്യാം. കാരണം നല്ല പ്രോസസ്സറും നല്ല IGPU ആണ് വരുന്നത്. സോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും ലൈറ്റ് ഗെയിമിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻട്രി ലെവൽ കണ്ടന്റ് ക്രിയേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്, കോഡിംഗ്, പ്രോഗ്രാമിംഗ്, ഓൾമോസ്റ്റ് ഇതുപോലത്തെ എല്ലാ ടാസ്കിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓൾ ഇൻ വൺ പർപ്പസ് ലാപ്ടോപ്സ് ആണ് ഈ രണ്ട് പ്രോസസ്സേഴ്സ് ഉള്ള ലാപ്ടോപ്സ്. ഇനി HP തന്നെ സെയിം സ്പെക് ഉള്ള, അതായത് Ryzen 5500U പ്രോസസ്സർ, 8GB RAM, 512GB സ്റ്റോറേജ് ഉള്ള സെയിം സ്പെക്സ് ആണ്. ബട്ട് കുറച്ച് ബെറ്റർ ക്വാളിറ്റി, അതായത് കുറച്ച് ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ബെറ്റർ ഫീച്ചേഴ്സ് ഉള്ള ലാപ്ടോപ്സും ഉണ്ട് HP പവീലിയൻ സീരീസിൽ. സോ സെയിം സ്പെക് ഉള്ള HP പവീലിയൻ 15 മോഡൽസിന്റെ പ്രൈസിംഗ് 58,000 to 60,000 റേഞ്ച് ആണ്. ഇതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയാൻ ഫിംഗർ പ്രിന്റ് സ്കാനർ ആഡ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ആൻഡ് ഒലഫ്സൺസിന്റെ ഓഡിയോ കൊടുത്തിട്ടുണ്ട്, മെറ്റൽ എഡ്ജ് കൺസ്ട്രക്ഷൻ ആണ്, 10 Gbps ആണ് ടൈപ്പ് സി പോർട്ട് വരുന്നത്, ലൈറ്റ് വെയിറ്റ്, Wi-Fi 6 ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സോ ഇതൊക്കെയാണ് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ്. പ്രൈസിംഗ് ഓൾമോസ്റ്റ് 10,000 to 12,000 റുപ്പീസിന്റെ ആണ് ഡിഫറൻസ് വരുന്നത്. സോ ഇത് എൻറ്റയർലി നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. യുവർ ബഡ്ജറ്റ് ആൻഡ് യുവർ പ്രിഫറൻസ് മാറ്റേഴ്സ്. സെയിം സ്പെക് ആണ്, സെയിം പ്രോസസ്സർ, സെയിം റാം, സെയിം സ്റ്റോറേജ്, ബട്ട് ഫീച്ചേഴ്സ് 2-3 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറി മെറ്റൽ എഡ്ജ് കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വരുന്നത്. സോ അത്രേ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ 60,000 റേഞ്ചിൽ ഇത് എടുക്കുന്നതിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് HP വിക്ടസ് മോഡലാണ്, അല്ലെങ്കിൽ ലെനോവോയുടെ ഐഡിയാപാഡ് ഗെയിമിംഗ് 3 മോഡൽ. ബിക്കോസ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് 60,000 റേഞ്ചിൽ ജസ്റ്റ് ഒരു IGPU ഉള്ള ലാപ്ടോപ്പ് നോക്കുന്നതിലും 60,000 റേഞ്ചിന്റെ ബഡ്ജറ്റ് എൻട്രി ലെവൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും. സോ 58,900 റേഞ്ചിൽ HP വിക്ടസ് ഉണ്ട്, 5600H പ്രോസസർ, കുറച്ചുകൂടി ബെറ്റർ പ്രോസസർ ആണ് കമ്പയർ ടു 5500U. 8GB RAM, 512GB സ്റ്റോറേജ്, RX 5500M ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. 60Hz ആണ് പാനൽ, ബാങ്ക്സ് ആൻഡ് ഒലഫ്സൺസിന്റെ ഓഡിയോ ഇതിലും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ പെർഫോമൻസ് വൈസ് ബെറ്റർ ആയിരിക്കും. ഓൺലി ഫോർ ഗെയിമിംഗ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ബട്ട് കണ്ടന്റ് ക്രിയേഷൻ, ലൈറ്റ് റെൻഡറിംഗ്, എഡിറ്റിംഗ് ഇതുപോലത്തെ വർക്ക്സിനും കൂടിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അണ്ടർ 60,000 നോക്കുന്നുണ്ടെങ്കിൽ. അതേപോലെ സിമിലർ സ്പെക്സ് ഉള്ള ലെനോവോ ഐഡിയാപാഡ് ഗെയിമിംഗ് 3യും നല്ല മോഡൽ തന്നെയാണ്. 120Hz നമുക്ക് ഇതിൽ പാനൽ വരുന്നുണ്ട്. 1650 ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. സോ കമ്പാരിറ്റീവ്ലി രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ആയിരിക്കും. റേഡിയോന്റെ 5500M ആയാലും 1650 ആയാലും ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ റെക്കമെൻഡേഷൻസ് അല്ല നമ്മൾ പറയുന്നത്. 60,000 റേഞ്ചിൽ അതും വെറും IGPU ഉള്ള ഇതുപോലത്തെ ലാപ്ടോപ്സ് കണ്ടതുകൊണ്ട് പറയുകയാണ് അതിലും ബെറ്റർ ഇതാണെന്ന്. ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ എന്തായാലും ഫ്യൂച്ചർ വീഡിയോ വരുന്നതായിരിക്കും. സോ എനിവേസ് അണ്ടർ 30,000, 40,000 റേഞ്ച്, 45,000 റേഞ്ച്, 50,000 ആൻഡ് 60,000 റേഞ്ചിന്റെ കുറച്ച് ലാപ്ടോപ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനിയും ഇതേ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ലാപ്ടോപ്സ് ഉണ്ട്. അത് സ്പെക്സ് വൈസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്കിൽ കാണുമ്പം നല്ല സ്പെക്സ് അല്ലെങ്കിൽ നല്ല ലാപ്ടോപ്സ് ആയിട്ട് തോന്നും. ബട്ട് സ്പെക്സ് കുറച്ച് ലോ ആണ് ഇതിൽ, അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് മെയിൻ നോട്ട്ബുക്ക് പ്രോ ആണ് പറയുന്നത്. ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വൈസ് അടിപൊളിയാണ്, ബട്ട് സ്പെക്സ് വൈസ് കുറച്ച് ലോ ആണ്. സ്പെക്സ് ഇതിൽ വരുന്നത് ഇന്റൽ i5-11300H പ്രോസസ്സറാണ്, ക്വാഡ് കോർ പ്രോസസ്സറാണ്, ഹെക്സാ കോർ അല്ല, 4 കോഴ്സും 8 ത്രെഡ്സും ഉള്ളത്. 8GB RAM, 512GB സ്റ്റോറേജ് ഉണ്ട്. ആൻഡ് ഗ്രാഫിക്സ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ്, ഇന്റലിന്റെ XE ഗ്രാഫിക്സ്. 56,000 ആണ് പ്രൈസ്. ഇതിൽ ആകെ ബെറ്റർ അല്ലെങ്കിൽ സ്പെക് വൈസ് ബെറ്റർ എന്ന് പറയാനുള്ളത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. സിമിലർലി ഇതിന്റെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് 3K റെസൊല്യൂഷൻ. മീ നോട്ട്ബുക്ക് അൾട്ര 3K റെസൊല്യൂഷൻ ആണ് ഡിസ്പ്ലേ. സെയിം പ്രോസസർ ആണ്, ഇന്റൽ i5 ഉണ്ട്, ഈവൻ ഇന്റൽ i7 വേരിയന്റും ഉണ്ട്. പക്ഷേ ഇന്റൽ i7 വേരിയന്റ് നിങ്ങൾ സ്പെക്സ് ചെക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതും ജസ്റ്റ് 4 കോഴ്സ് 8 ത്രെഡ് ഉള്ള പ്രോസസർ തന്നെയാണ്. രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. i5ഉം i7ഉം ആണ്. രണ്ടിലും സെയിം കോർ കൗണ്ടും സെയിം ത്രെഡ് കൗണ്ടും ആണ്. ഇതിന്റെ പ്രൈസും ഏകദേശം 70,000 റുപ്പീസ് ആണ്. ഇതുപോലത്തെ സിമിലർ സ്പെക് ഉള്ള ലാപ്ടോപ്സ് ആണ് റിയൽമി ബ്രാൻഡിന്റെ റിയൽമി ബുക്ക് സീരീസ്. സോ ഇതിലും റിയൽമി ബുക്ക് സ്ലിം മോഡൽ 2K റെസൊല്യൂഷൻ ആണ്, ബട്ട് പ്രോസസർ വെറും ഡ്യുവൽ കോർ പ്രോസസർ ആണ്. i3 മോഡൽ, 111 മോഡൽ, 8GB RAM ഉണ്ട്, ബട്ട് 256GB ആണ് സ്റ്റോറേജ് വരുന്നത്. 14 ഇഞ്ചിന്റെ 2K ഡിസ്പ്ലേ ഉണ്ട്. 48,000 റുപ്പീസ് ആണ് പ്രൈസ്. ഇതിന്റെ തന്നെ സിമിലർ i5 മോഡൽ ഉണ്ട്, 4 കോഴ്സും 8 ത്രെഡ്സും ഉള്ള 1135G7 മോഡൽ പ്രോസസർ ഉള്ളത്. 8GB ആണ് റാം, 512GB സ്റ്റോറേജ് ഉണ്ട്, 400 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്, 100% sRGBയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 59,000 ആണ് പ്രൈസ്. സോ ഡിസ്പ്ലേ വൈസ് നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ലുക്സ് വൈസ് നിങ്ങൾ കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നും. ബിക്കോസ് ലുക്സ് വൈസ് ഏകദേശം നമ്മുടെ മാക്ബുക്ക് പ്രോയുടെ ആ ഒരു ലുക്കാണ്, സിമിലർ റിസംബ്ലിംഗ് ലുക്കാണ് കൊടുത്തേക്കുന്നത്. മെറ്റൽ ഫിനിഷ് ആണ്, രണ്ടിന്റെയും ചാസി അലൂമിനിയം മേക്ക് ആണ്. സോ ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾ കാണുമ്പോൾ അടിപൊളി ലാപ്ടോപ്പ് ആയിട്ട് തോന്നും. ബട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് സ്പെക്സ് ഒന്ന് നോക്കുവാണെങ്കിൽ സ്പെക്സ് അത്ര കമ്പാരിറ്റീവ്ലി ആ ഒരു പ്രൈസിന് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയ സ്പെക്സ് അല്ല. സോ ഈ പറഞ്ഞ മോഡൽസിന്റെ പ്രൈസിങ് കൂടുതലാണ്, പെർഫോമൻസ് ലോ ആണ്. ജസ്റ്റ് ഡിസ്പ്ലേ, നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ട് ആ ഒരു പ്രൈസ് എന്തായാലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഇതേ സിമിലർ ഡിസ്പ്ലേ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ഉള്ള ഒരു ലാപ്ടോപ്പ്
അതും നല്ല സ്പെക്സ് ഉള്ള ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന അസ്യൂസിന്റെ മോഡൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പ്രൈസ് വൈസും പെർഫോമൻസ് വൈസും ഡിസ്പ്ലേ വൈസും ലുക്സ് വൈസും നല്ലൊരു മോഡലാണിത്. അസ്യൂസിന്റെ വിവോബുക്ക് K15 OLED സ്ക്രീനുള്ള മോഡൽ. സോ ഇതിൽ പ്രോസസർ നേരത്തെ പറഞ്ഞ Ryzen 5 5500U ആണുള്ളത്. 8GB റാം ഉണ്ട്, 256GB NVMe SSD ഉണ്ട്, 1TB നോർമൽ ഹാർഡ് ഡിസ്കും വരുന്നുണ്ട്. MS Office Windows 11 ഹോം എഡിഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഫുൾ HD OLED സ്ക്രീൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ 2K അല്ലെങ്കിൽ 3K റെസൊല്യൂഷൻ ഇതുപോലത്തെ ഗിമിക്സ് ഒന്നുമില്ല. ഒരു 15 ഇഞ്ച് ലാപ്ടോപ്പ് അല്ലെങ്കിൽ 15 ഇഞ്ച് സ്ക്രീനിൽ ശരിക്കും പറഞ്ഞാൽ 1080p റെസൊല്യൂഷൻ തന്നെ കൂടുതലാണ്. അതും നമുക്ക് ഇവിടെ 1080p റെസൊല്യൂഷൻ IPS പാനൽ OLED സ്ക്രീൻ ആണ് കിട്ടുന്നത്. സോ 15 ഇഞ്ച് ഫോം ഫാക്ടറിൽ അത് തന്നെ കൂടുതലാണ്. അത് മാത്രമല്ല ഇതിൽ വേറെ സ്പെക്സും കൂടിയുണ്ട്. വേറെ ബെറ്റർ ആയിട്ടുള്ള സ്പെക്സ് ആണുള്ളത്. 600 നിറ്റ്സിന്റെ ആണ് ബ്രൈറ്റ്നസ് പറയുന്നത്. ഈ സ്പെസിഫിക് പാനൽ OLED പാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 600 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 100% ആണ് DCI-P3 കളർ ഗാമറ്റ് പറയുന്നത്. VESA സർട്ടിഫൈഡ് HDR ട്രൂ ബ്ലാക്ക് ഗ്ലോസി ഡിസ്പ്ലേ ആണ്. സോ വൈബ്രന്റ് ആക്യുറേറ്റ് റിച്ച് കളേഴ്സ് ആയിരിക്കും. ആൻഡ് പ്രൈസിംഗും നേരത്തെ പറഞ്ഞ റിയൽമി ബുക്ക് അല്ലെങ്കിൽ മീ നോട്ട്ബുക്ക് അൾട്രയെക്കാളും കമ്പാരിറ്റീവ്ലി കുറവാണ്. 54,990 റുപ്പീസേ ഉള്ളൂ. അഫ്കോഴ്സ് ഈ പ്രൈസ് റേഞ്ചിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബെറ്റർ സ്പെക് ഉള്ള അല്ലെങ്കിൽ ബെറ്റർ ഗ്രാഫിക്സ് കാർഡ് ഉള്ള ഗെയിമിംഗ് ലാപ്ടോപ്സ് കിട്ടും. പക്ഷേ ഒരു ബേസിക് നോർമൽ ലാപ്ടോപ്പ് ആണ് നോക്കുന്നത്, കണ്ടന്റ് ക്രിയേഷൻ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബെറ്റർ ഡിസ്പ്ലേ, നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു ലാപ്ടോപ്പ് ഓൺ ദ ഗോ യൂസിന് വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അസ്യൂസിൻ്റെ വിവോബുക്ക് K15 നല്ലൊരു മോഡലാണ്. ഡിസ്പ്ലേ വൈസ് ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും. ആൻഡ് സ്പെക്സ് വൈസും നല്ല അത്യാവശ്യം ഡീസൻറ്റ് സ്പെക്സ് തന്നെയാണ്. ഇത് ലാപ്ടോപ്പ് എന്ന കോമ്പാക്ട് ആൻഡ് ക്യാരിയർ ഓൺ പേർപ്പസിന് വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും. ബട്ട് ഇതേ സെയിം സ്പെക്കുള്ള HP 15S കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ഈ ഡിസ്പ്ലേ ആവശ്യമില്ല. മേ ബി നിങ്ങൾ അത്യാവശ്യം കളർ ആക്യുറസിയും കാര്യങ്ങളുള്ള ഒരു മോണിറ്റർ യൂസ് ചെയ്തുകൊണ്ട്, എക്സ്റ്റേണൽ മോണിറ്റർ യൂസ് ചെയ്തുകൊണ്ട് അത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിൽ HP 15S അല്ലെങ്കിൽ HP 14S 5500U പ്രോസസ്സറുള്ള മോഡൽസിന്റെ ആവശ്യം വരത്തുള്ളൂ. ബട്ട് ഇൻ കേസ് നിങ്ങൾ ഓൺ ദ ഗോ യൂസിന് നിങ്ങൾക്ക് ലാപ്ടോപ്പ് സ്ക്രീനിൽ നല്ലൊരു ഡിസ്പ്ലേ വേണം, അങ്ങനെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ഫൈനലി പലരും 2-in-1 പേർപ്പസ് ലാപ്ടോപ്സിൻ്റെയും റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നുണ്ട്. 2-in-1s എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ലാപ്ടോപ്പായിട്ടും യൂസ് ചെയ്യാം, കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്ത ഒരു ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ടച്ച് സ്ക്രീൻ വരുന്ന മോഡൽസ് ആണ് ഇതെല്ലാം. ഇതിൽ എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അധികം മോഡൽസ് ഒന്നുമില്ല, അതായത് ബഡ്ജറ്റ് റേഞ്ചിലൊന്നുമില്ല. പ്രൈസ് വൈസ് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉള്ള 2-in-1 ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. HP Pavilion X360 മോഡൽ, ഇതിലും i3 പ്രോസസ്സറാണ്, പക്ഷേ ഇത് ക്വാഡ് കോർ പ്രോസസ്സറാണ്. ക്വാഡ് കോർ ഇന്റലിന്റെ 11th gen പ്രോസസ്സർ, 8GB ആണ് റാം, 256GB ആണ് NVMe SSD സ്റ്റോറേജ്, ഫുൾ HD 14 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്ന ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള 2-in-1 ലാപ്ടോപ്പ് ആണ്. സോ പ്രൈസിംഗ് അറൌണ്ട് 53,000 റേഞ്ചിൽ അസ്യൂസിന്റെ വിവോ ബുക്കിനെക്കാളും ഞാൻ ബെറ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഈ മോഡലാണ്. പ്രോസസ്സർ നല്ലതാണ് ഇതിലുള്ളത്. സോ അതാണ് നമ്മുടെ ഫൈനൽ ഒരു 2-in-1 ലാപ്ടോപ്പ് റെക്കമെൻഡേഷൻ. എനിവേസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നെക്സ്റ്റ് ഗെയിമിങ്ങിന്റെ സ്പെസിഫിക് വീഡിയോ ചെയ്യുന്നതായിരിക്കും പുതിയ ലാപ്ടോപ്സ് വന്നു കഴിഞ്ഞിട്ട്. ഇപ്പം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ അതും പറയുന്നത്, ഇപ്പം ഇൻ കേസ് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് ഗെയിമിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഗെയിമിംഗ് സ്റ്റൈലിലുള്ള കണ്ടന്റ് ക്രിയേഷൻ ആയാലും എഡിറ്റിംഗിന് വേണ്ടി ലാപ്ടോപ്സ് നോക്കുന്നുണ്ടെങ്കിൽ Ryzen 6000 സീരീസ് പ്രോസസ്സേഴ്സ് ആൻഡ് 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡുള്ള പുതിയ മോഡൽസ് വന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഇപ്പോൾ ഗെയിമിംഗ് അല്ലെങ്കിൽ ഹെവി യൂസ് ലാപ്ടോപ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.